ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന യൂണിറ്റിലെ ആദ്യത്തെ ലെസണായിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ മലയാളം സമ്മറിയും ഇംഗ്ലീഷ് സമ്മറിയും അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ്. ആദ്യം തന്നെ നമുക്ക് മലയാളം സമ്മറി നോക്കാം. അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒരു കടൽ കാക്കക്കുഞ്ഞിനെ അതിൻ്റെ അച്ഛനും അമ്മയും പറക്കാൻ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ പറക്കാൻ വളരെയധികം പേടിയുണ്ടായിരുന്ന കടൽ കാക്കക്കുഞ്ഞാണിത്. യങ് സീകൾ തൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും പറക്കുന്നത് അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു ഈ ഒരു കടൽ കാക്കക്കുഞ്ഞ്. എന്നാൽ കൂടെയുള്ളവർ എത്ര പ്രോത്സാഹിപ്പിച്ചിട്ടും അവന് പറക്കാനുള്ള ധൈര്യം കിട്ടിയില്ല. കൂടെയുള്ള അച്ഛനും അമ്മയും സഹോദരങ്ങളും അവനെ ഒരുപാട് പറക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടും അവന് അതിനുള്ള ധൈര്യം കിട്ടിയില്ല. അവർ അവനെ ഭീഷണിപ്പെടുത്തുകയും ഒറ്റയ്ക്കാക്കി പോവുകയും ചെയ്യുന്നു. ആഹാരവും കൂട്ടും ഇല്ലാതെ അവൻ ഒറ്റയ്ക്കാകുന്നു. എന്നിട്ടും അവന് പറക്കാൻ കഴിയുന്നില്ല. അവസാനം അവൻ്റെ അമ്മ ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ കുറേ ശ്രമിച്ചു, എന്നിട്ടും അവനെ പറപ്പിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവൻ്റെ അമ്മ ഒരു തന്ത്രം പ്രയോഗിക്കുന്നു. ആ തന്ത്രം എന്താണ്? അമ്മ അവനെ ഒരു മത്സ്യം കാണിച്ച് കൊതിപ്പിക്കുന്നു. ഒരു മത്സ്യം വായിൽ കൊണ്ടുവന്ന് അത് കാണിച്ച് കൊതിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശന്ന് തളർന്നിരുന്ന അവൻ അത് കിട്ടുന്നതിനായി അമ്മയുടെ അടുത്തേക്ക് പറക്കാൻ ശ്രമിക്കുന്നു. ആ സമയം അവൻ മറ്റെല്ലാം മറക്കുകയും മത്സ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നു. അവൻ പേടി കൂടാതെ വളരെ നന്നായി പറക്കാൻ പഠിക്കുന്നു. അവൻ്റെ ശ്രമത്തിൽ അവൻ ജയിച്ചതുകൊണ്ട് മാതാപിതാക്കളും സഹോദരങ്ങളും അവനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഇതാണ് മലയാളം സമ്മറി. ഇത് കഴിഞ്ഞ് നമ്മൾ ഇംഗ്ലീഷ് സമ്മറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടി എന്താണ് ഈ ചാപ്റ്റർ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇംഗ്ലീഷും കൂടി ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാകും. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് സമ്മറി. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഇസ് എ സ്റ്റോറി വിച്ച് ഇസ് റിട്ടൺ ബൈ ലൈം ഓഫ് ലഹർട്ടി. അപ്പോൾ ഈ കഥ എഴുതിയത് ലൈം ഓഫ് ലഹർട്ടി ആണ്. ഇതിലെ യങ് സീഗൾ ആസ് ദ സ്റ്റോറി ബിഗിൻസ് ഇസ് സ്റ്റാൻഡിങ് എലോൺ ഓൺ എ ലെഡ്ജ്. ഒരു ലെഡ്ജിൻ്റെ പൊക്കത്താണ് ഈ യങ് സീഗൾ കഥ തുടങ്ങുമ്പോൾ നിൽക്കുന്നത്. ഇറ്റ് ഈസ് അഫ്രൈഡ് ടു ഫ്ലൈ ബിക്കോസ് ഇറ്റ് ഈസ് തിങ്കിങ് ദാറ്റ് ഇഫ് ഇറ്റ് ഫ്ലൈസ് ഇറ്റ് വിൽ ഗോ ബിനീത്ത് ദ സീ ആൻഡ് ഡൈ. ഈ യങ് സീഗളിന് പറക്കാൻ വളരെയധികം പേടിയാണ്. അത് ചിന്തിക്കുന്നത് ഇതാണ്: പറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കടലിലേക്ക് വീണ് ചത്തുപോകുമെന്നാണ്. Before 24 hours, his parents scolded and threatened him with the hope that he would try to fly. ഇതിനു മുമ്പ് 24 മണിക്കൂർ മുമ്പ് അവൻ്റെ പാരൻസ്, അച്ഛനും അമ്മയും കൂടി അവനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്തിനാണ് വഴക്ക് പറഞ്ഞത്? അവൻ പറക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്. ഈ വഴക്കൊക്കെ കേട്ടിട്ട് പറക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവനെ വഴക്ക് പറഞ്ഞത്. Now nobody is with him on the ledge. അപ്പോൾ ഇതൊക്കെ നടന്നത്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നടന്നത് 24 മണിക്കൂർ മുമ്പായിരുന്നു. ഇപ്പോൾ അവൻ്റെ കൂടെ ആരുമില്ല. His parents who are on the plateau are teaching his 2 brothers and a sister how to fly. അപ്പോൾ അവൻ്റെ പാരൻസ് അവിടെ പ്ലാറ്റോയിൽ അവൻ്റെ സഹോദരങ്ങളെ എങ്ങനെയാണ് പറക്കേണ്ടത് എന്ന് പഠിപ്പിക്കുമായിരുന്നു. He even sees how his older brother catches a herring and how he is devoringly eating the herring. അതോടൊപ്പം അവൻ്റെ മൂത്ത ചേട്ടൻ ഒരു ഹെറിങ്, അതായത് ഇരയെ പിടിക്കുന്നതും അതുപോലെ തന്നെ അത് കഴിക്കുന്നതും അവിടെ നിന്ന് കണ്ടു. Now it is morning. ഇപ്പോൾ രാവിലെയാണ്. The young seagull is very hungry. യങ് സീഗൾ വളരെയധികം വിശന്നിരിക്കുകയാണ്. ഹി ഹാസ് നത്തിങ് ടു ഈറ്റ്. യങ് സീഗളിന് കഴിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഹീ ഈസ് സെർച്ചിങ് ഫോർ ഫുഡ് ഓൺ ദ ലെഡ്ജ്. അവിടെ ഇവിടെയും ലെഡ്ജിൽ എന്തെങ്കിലും ആഹാരം കഴിക്കാൻ കിട്ടുമോ എന്ന് യങ് സീഗൾ നോക്കുവാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹി ഫൈനലി ഗെറ്റ്സ് എ ഡ്രൈഡ് മാക്കറൽസ് ടെയിൽ. ഒരു മാക്കറലിൽ ഡ്രൈ ആയിട്ടുള്ള ഒരു ടെയിൽ, വാല് കിട്ടി. സ്റ്റിൽ ദർ ഇസ് നോ എൻഡ് ഫോർ ഹിസ് ഹങ്കർ. അത് കിട്ടിയിട്ട് പോലും അവൻ്റെ വിശപ്പിന് ഒരു കുറവുമില്ല. ഹി ഗോസ് ടു ദ സ്ട്രോ നെസ്റ്റ് വെയർ ഹിസ് 2 brothers sister ആൻഡ് ഹി ബോൺ. അങ്ങനെ അവൻ സ്ട്രോ നെസ്റ്റിലേക്ക് പോകുന്നു. അവിടെയാണ് അവൻ്റെ സഹോദരങ്ങളെയും അവനും ജനിച്ചത്. ഹി സീസ് റെമനൻസ് ഓഫ് ഡ്രൈഡ് എഗ്ഷെൽ വിച്ച് ഹി സാഡ്ലി ബിഗിൻസ് ടു ഈറ്റ്. അങ്ങനെ ഡ്രൈഡ് എഗ്ഷെൽ, അതായത് ഇവർ വിരിഞ്ഞ് പുറത്തേക്ക് വന്ന ആ എഗ്ഷെൽ ഉണ്ടാകുമല്ലോ, ആ എഗ്ഷെല്ലിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുമ്പോൾ അത് തിന്നാൻ നോക്കുന്നു. In order to get the attention of his parents, he pretends to sleep at the brink of the ledge. എന്തെങ്കിലും കഴിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം യങ് സീകളുടെ പാരൻസിനെ അറ്റൻഷൻ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ നോക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് യങ് സീകൾ ഉറങ്ങുന്ന പോലെ അഭിനയിക്കും. അൺഫോർച്ചുനേറ്റ്ലി നോബഡി എക്സെപ്റ്റ് ഹിസ് മദർ നോട്ടീസസ് ഹിം. ഇങ്ങനെ കാണിച്ചതുകൊണ്ട് വേറെ ആരും നോക്കിയില്ല, പക്ഷേ അവൻ്റെ അമ്മ മാത്രമാണ് നോക്കിയത്. His mother is tearing a fish, scraping her beak on the rock and looking at him now and then. അപ്പോൾ അമ്മ നോക്കിയെന്ന് പറഞ്ഞു. അമ്മ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ്: ഒരു ഫിഷിനെ കീറിയെടുക്കുക, സ്ക്രേപ്പിംഗ് ഹെർ ബീക്ക്. അവിടെ ബീക്ക് സ്ക്രേപ്പ് ചെയ്യുക എന്ന് പറയും. ഇങ്ങനെ ഉരച്ചൊരച്ച് സ്ക്രേപ്പ് ചെയ്തെടുക്കുക, ഷാർപ്പൻ ചെയ്യുക. Seeing her eating the food, he loses his patience and begs her several times to give him food.
അമ്മ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് ഈ ഒരു യങ് സീഗളിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, തൻ്റെ ക്ഷമ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാവശ്യം അമ്മയോട് ചോദിക്കുകയാണ് കുറച്ച് ഭക്ഷണം തരാൻ. ഫൈനലി ഔട്ട് ഓഫ് ഹിസ് ലക്ക് ദ യങ് സീഗൾസ് മദർ ഇസ് കമ്മിങ് ടുവേർഡ്സ് ഹിം വിത്ത് എ പീസ് ഓഫ് ഫിഷ്. അങ്ങനെ പറഞ്ഞ് അവസാനം യങ് സീഗളിൻ്റെ അമ്മ ഒരു പീസ് ഫിഷ് കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. സീയിങ് ഹർ ഹി മൂവ്സ് ടുവേർഡ്സ് ദ ബ്രിങ്ക് ആൻഡ് ലീൻസ് ഫോർവേഡ് ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ഫുഡ്. അപ്പോൾ അമ്മ വരുന്നത് കണ്ടിട്ട് യങ് സീകൾ ആ ബ്രിങ്ക് അറ്റത്തേക്ക് നീങ്ങി നിൽക്കുകയാണ് ഈ ഒരു ഭക്ഷണം പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. വെൻ ദ മദർ ഇസ് നിയർ ടു ഹിം ഷീ സർപ്രൈസസ് ഹിം ബൈ റീട്രീറ്റിംഗ് ബാക്ക്. പക്ഷേ അമ്മ എന്താണ് ചെയ്യുന്നത്? അവൻ അടുത്തേക്ക് വരുമ്പോൾ അപ്പം തന്നെ പുറകിലേക്ക് പോവുകയാണ്. ഔട്ട് ഓഫ് ഹങ്കർ ദ യങ് സീകൾ ഡൈവ്സ് ഫ്രം ദ ലെഡ്ജ്. അപ്പോൾ വിശപ്പ് കാരണം ഇതൊന്നും നോക്കാതെ യങ് സീകൾ എന്ത് ചെയ്തു? ആ ലെഡ്ജിൽ നിന്ന് ചാടി ഡൈവ് ചെയ്തു. ഫോർ എ മൊമെൻറ്റ് ഹി ഡസ് നോട്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഒരു നിമിഷത്തേക്ക് അവൻ അറിയില്ലായിരുന്നു എന്താണ് ശരിക്കും നടക്കുന്നതെന്ന്. ബട്ട് ഇൻസ്റ്റൻ്റ്ലി ഹിസ് മദർ സൂപ്സ് അപ്വേർഡ്സ് വിച്ച് ഇൻറ്റേർണലി മോട്ടിവേറ്റ്സ് ഹിം ടു ഫ്ലൈ. പക്ഷേ പെട്ടെന്ന് തന്നെ യങ് സീകളുടെ അമ്മ മുകളിലേക്ക് സൂപ്പ് ചെയ്തു. അൺനോയിങ്ലി ഹി സ്പ്രെഡ്സ് ഹിസ് വിങ്സ് ആൻഡ് ബിഗിൻസ് ടു ഫ്ലൈ ലൈക്ക് ഹിസ് മദർ. അപ്പോൾ അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് അറിയാണ്ട് ആ യങ് സീകൾ തൻ്റെ വിങ്സ് സ്പ്രെഡ് ചെയ്യുകയും അതുപോലെ തന്നെ പറക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ദ യങ് സീകൾ എൻജോയ്സ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ യങ് സീകൾ തൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് എൻജോയ് ചെയ്യുന്നു. ഹി ലാൻഡ്സ് ഓൺ ദ മെഡോ. അങ്ങനെ പറന്നു വന്ന് മെഡോയിൽ ലാൻഡ് ചെയ്യുന്നു. സിൻസ് ഹി ഗെറ്റ്സ് എക്സോസ്റ്റഡ് ഹിസ് ബോഡി ബിക്കംസ് വീക്ക്. ആദ്യമായിട്ട് പറക്കുന്നത് കൊണ്ട് തന്നെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ബോഡി ഒരുപാട് വീക്കായിരുന്നു. പിന്നെ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഹി വാണ്ട്സ് ടു ഈറ്റ് ഫുഡ് ടു. ഹി ഈസ് സറൗണ്ടഡ് ബൈ ഹിസ് ഫാമിലി. അങ്ങനെ അവന് ഭക്ഷണം കഴിക്കണമായിരുന്നു. അവൻ്റെ ഫാമിലിയുടെ കൂടെ അവൻ്റെ ഫാമിലി അവന് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. ദേ ഗിവ് ഹിം പീസസ് ഓഫ് ഡോഗ് ഫിഷ്. അങ്ങനെ യങ് സീകളിൻ്റെ ഫാമിലി ഇവന് ഡോഗ് ഫിഷിൻ്റെ കുറച്ച് പീസസ് കൊടുക്കുന്നു. ദസ് ദ യങ് സീകൾ മേക്സ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് യങ് സീകൾ തൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയത്. അപ്പോൾ ഈ ഒരു സമ്മറിയിലൂടെ നമുക്ക് ഈ ഒരു കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കഥ നമ്മളുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ നമുക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട ആൻസേഴ്സ് എഴുതാൻ പറ്റും. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ തന്നെ റിവ്യൂ നമ്മളുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതും കൂടി ഒന്ന് പോയി കാണുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം തന്നെ പല രീതിയിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ വേർഡ്സ് നമുക്കതിൽ നിന്ന് കിട്ടും, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് അതും കൂടി ഒന്ന് പോയി കാണാൻ നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള മോഡലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പറയുന്നത്. Lime of Laherty's His First Flight makes the reader think about the kind of support given by parents to make their children self-reliant and self-confident. After reading the story, you decide to communicate your feelings to your friend abroad. Draft an email to send to him or her. അപ്പോൾ ലൈം ഓഫ് ലഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് തരുന്ന ഒരു ആശയം എന്ന് പറയുന്നത് പാരൻസ് എന്ത് തരത്തിലുള്ള സപ്പോർട്ടാണ് അവരുടെ ചിൽഡ്രനെ സെൽഫ് കോൺഫിഡൻറ്റും സെൽഫ് റിലയൻറ്റും ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോറി വായിച്ചു എന്ന് കരുതുക. അപ്പോൾ അത് വായിച്ചിട്ട് നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്തൊക്കെയാണെന്ന് നമ്മളുടെ അബ്രോഡിലുള്ള ഒരു ഫ്രണ്ടിനെ അറിയിക്കുക. അതിനൊരു ഇമെയിൽ തയ്യാറാക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം ഫ്രം എന്ന് എഴുതിയിട്ട് നമ്മളുടെ ഇമെയിൽ കൊടുക്കുക. trisa123@gmail.com എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ 2 എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആർക്കാണോ നമ്മൾ അയക്കുന്നത് അവരുടെ ഇമെയിൽ കൊടുക്കുക. അപ്പോൾ lenafatima@gmail.com എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നീട് സബ്ജക്റ്റ് എഴുതുക, എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇമെയിലിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ടെല്ലിങ് അബൌട്ട് മൈ എക്സ്പീരിയൻസ് റീഡിങ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. എന്നിട്ട് നമുക്ക് ഡിയർ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങാം. ഇവിടെ ഡിയർ ലെന, ടുഡേ ഐ റെഡ് എ സ്റ്റോറി ടൈറ്റിൽഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലൈം ഓഫ് ലഹർട്ടി. ഇന്ന് ഞാൻ ലൈം ഓഫ് ലഹർട്ടി എഴുതിയ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന സ്റ്റോറി വായിച്ചിരുന്നു. I feel how thankful we must be to our parents for making us competent to survive and succeed in this world. അപ്പോൾ ഇത് വായിച്ചിട്ട് എനിക്ക് തോന്നിയത് നമ്മളുടെ പാരൻസിനോട് നമ്മൾ ഒരുപാട് താങ്ക്ഫുൾ ആയിരിക്കണം. കാരണം നമ്മളെ സർവൈവ് ചെയ്യാനും സക്സീഡ് ചെയ്യാനും ഒക്കെ പഠിപ്പിച്ചത് അവരാണ്. The parents are wise and clever and they want their children to be independent and self-reliant. അപ്പോൾ നമ്മളുടെ പാരൻസ് എന്ന് പറയുന്നത് വൈസാണ്, അതുപോലെ തന്നെ ക്ലെവറുമാണ്. അവരുടെ കുട്ടികളെ അവർ ഇൻഡിപെൻഡൻ്റ് ആക്കാനും സെൽഫ് റിലയൻ്റ് ആക്കാനുമാണ് പഠിപ്പിക്കുന്നത്.
Sometimes they even push us a bit harder to ensure that we develop the courage to face things with strength. ചില സമയത്ത് ചില ഹാർഷായിട്ടുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ നമുക്ക് താങ്ങാനാവുന്നതിനപ്പുറം നമ്മളെ ഒന്ന് പുഷ് ചെയ്യും. പക്ഷേ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലൊരു കറേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം സ്ട്രെങ്ത്തോടെ തന്നെ കറേജസ് ആയിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈവൻ വെൻ ദേ പണിഷ് അസ് ദേ ഡു ഇറ്റ് ഫോർ എ വെൽഫെയർ. അവർ നമ്മളെ ശിക്ഷിക്കുമ്പോൾ പോലും അത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വിത്തൗട്ട് ദെം വി വുഡ് ബി ലെഫ്റ്റ് കൊവാർഡ്ലി ആൻഡ് പവർലെസ്. അവരില്ലാതെ നമ്മൾ വെറും ഒന്നുമല്ല. അവരില്ലെങ്കിൽ നമ്മൾ വെറും പവർലെസ് ആണ്, കൊവാർഡ്ലി ആണ്, ഒരു ധൈര്യവുമില്ലാത്ത ആളാണ്. അങ്ങനെ എഴുതിയതിന് ശേഷം യുവേഴ്സ് എവർ ലവിങ് ട്രീസ അല്ലെങ്കിൽ യുവേഴ്സ് ലവിങ്ലി ട്രീസ അങ്ങനെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഇമെയിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്നൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇത് കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല, എങ്ങനെയൊക്കെ പോയിൻറ്റ്സ് എഴുതാം എന്നൊക്കെ നോക്കി വയ്ക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ വരാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് യു ഹാവ് റെഡ് അബൌട്ട് ദ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ്. നൗ റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിങ് ആൻ ഐഡിയൽ സിറ്റിസൺ. ഇത് യൂണിറ്റ് മുഴുവനായിട്ട് അങ്ങനെ ഒരു ചോദ്യമാണ്. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന യൂണിറ്റിൽ നിങ്ങൾ എങ്ങനെയാണ് ഗ്രേറ്റ് ആവുന്ന അതിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ വായിച്ചു. അപ്പോൾ ഒരു ഐഡിയൽ സിറ്റിസണിനെ പറ്റിയിട്ട് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആൻ ഐഡിയൽ സിറ്റിസൺ ഷുഡ് ലവ് ആൻഡ് റെസ്പെക്റ്റ് ഹിസ് മദർ ലാൻഡ്. ഒരു ഐഡിയൽ സിറ്റിസൺ എന്ന് പറയുന്നത് തൻ്റെ മദർ ലാൻഡിനെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുകയും വേണം. ഹി ഷുഡ് ബി ലോയൽ ടു ഹെർ. മദർ ലാൻഡിനോട് ലോയലായിരിക്കണം. അതുപോലെ തന്നെ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാനും അതിനു വേണ്ടി ഡൈ ചെയ്യാനും തയ്യാറായിരിക്കണം. എ ഗുഡ് സിറ്റിസൺ ഓട്ട് ടു ബി ഹാർഡ് വർക്കിംഗ്. ഒരു ഗുഡ് സിറ്റിസൺ അല്ലെങ്കിൽ ഒരു ഐഡിയൽ സിറ്റിസൺ എന്ന് പറയുന്നത് ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. നോ പെയിൻ നോ ഗെയിൻ. ഒന്നും ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. വിത്തൗട്ട് ഹാർഡ് വർക്ക് വൺ ക്യാൻറ്റ് പ്രോഗ്രസ്. ഒരു ഹാർഡ് വർക്ക് ഇല്ലാണ്ടും ഒരാൾക്കും പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല. വെൻ എവറിബഡി പ്രോഗ്രസ്സസ് ദ കൺട്രി വിൽ പ്രോഗ്രസ് ഓട്ടോമാറ്റിക്കലി. എല്ലാവരും പ്രോഗ്രസ് ചെയ്യുമ്പോഴാണ് കൺട്രി തന്നെ പ്രോഗ്രസ് ചെയ്യുന്നത്. എ ഗുഡ് സിറ്റിസൺ ഷുഡ് വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ഓൾ ആൻഡ് നോട്ട് ജസ്റ്റ് ഹിസ് ഓൺ വെൽഫെയർ. ഒരു ഗുഡ് സിറ്റിസൺ എന്ന് പറയുന്നത് എല്ലാവരുടെ നല്ലതിനും വേണ്ടിയാണ് വർക്ക് ചെയ്യേണ്ടത്, തൻ്റെ കാര്യം മാത്രം നോക്കിയല്ല നടക്കേണ്ടത്. വി സോ ഹൗ ഡോക്ടർ APJ അബ്ദുൽ കലാം വർക്ക്ഡ് ഹാർഡ് ആൻഡ് ബിക്കെയിം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആൻഡ് ഫൈനലി ദ പ്രസിഡൻറ്റ് ഓഫ് ദ കൺട്രി. നമ്മൾ കണ്ടതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം എങ്ങനെയാണ് വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്ത് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെട്ടതും അതുപോലെ തന്നെ എങ്ങനെയാണ് കൺട്രിയുടെ പ്രസിഡൻ്റായി മാറിയതെന്നും എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. എ ഗുഡ് സിറ്റിസൺ ഷുഡ് ബി ഏബിൾ ടു ടേക്ക് റിസ്ക്സ് ആൻഡ് ഷുഡ് ബി അഡ്വഞ്ചറസ്. ഒരു ഗുഡ് സിറ്റിസൺ എന്ന് പറയുന്നത് റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം, അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിരിക്കണം. ഇഫ് ദ ബേർഡ് ഡസ് നോട്ട് മേക്ക് എൻ എഫേർട്ട് ടു ഫ്ലൈ ഇറ്റ് വിൽ നെവർ ഫ്ലൈ ആൻഡ് ഇറ്റ് വിൽ റിമെയിൻ ഇൻ ദ നെസ്റ്റ്. ഇപ്പോൾ നമ്മൾ കണ്ട ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ ആ ബേർഡ്, ആ യങ് സീകൾ ഫ്ലൈ ചെയ്യാനുള്ള എഫേർട്ട് എടുത്തില്ലായിരുന്നെങ്കിൽ അതൊരിക്കലും ഫ്ലൈ ചെയ്യില്ലായിരുന്നു, അത് അതിൻ്റെ നെസ്റ്റിൽ തന്നെ ഇരുന്നേനെ. So, one must be adventurous and take initiatives for the betterment of himself as well as the society. അതുകൊണ്ട് തന്നെ ഒരാൾ അഡ്വഞ്ചറസുമായിരിക്കണം, അതുപോലെ തന്നെ സൊസൈറ്റിയുടെയും തൻ്റെയും നല്ലതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. We saw how a handicapped person like Stephen Hawking climbed to the top of the scientific world. പിന്നെ നമ്മൾ കണ്ടത് സ്റ്റീഫൻ ഹോക്കിംഗ് ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്റ്റീഫൻ ഹോക്കിങ് സയൻറ്റിഫിക് വേൾഡിൻ്റെ ടോപ്പിൽ എങ്ങനെയാണ് ഒരു ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ് ക്ലൈംബ് ചെയ്തെത്തിയത്. ഇറ്റ് ഷോസ് വിത്ത് ഡിറ്റർമിനേഷൻ വി ക്യാൻ ഡു എനിത്തിങ്. അത് കാണിക്കുന്നത് ഇതാണ്, ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. സം ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സിറ്റിസൺ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ പോയം ഇഫ് ബൈ റുഡ്യാർഡ് കിപ്ലിംഗ്. ഒരു ഗുഡ് സിറ്റിസൻ്റെ ചില ക്വാളിറ്റീസൊക്കെ നമുക്ക് റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയിട്ടുള്ള ഇഫ് എന്ന പോയത്തിൽ കാണാവുന്നതാണ്. കീപ് കൂൾ, ബി പേഷ്യൻറ്റ് ആൻഡ് ഡോണ്ട് ഹേറ്റ് പീപ്പിൾ. അതിലിത് പറയുന്നതുണ്ട്, കീപ് കൂൾ, എപ്പോഴും കൂളായിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക, ക്ഷമയുണ്ടാകുക, അതുപോലെ തന്നെ ആളുകളെ ഹേറ്റ് ചെയ്യാണ്ടിരിക്കുക. വി ഷുഡ് ഡ്രീം ആൻഡ് ഷുഡ് ബി ഏബിൾ ടു അക്സെപ്റ്റ് ഡിഫീറ്റ്സ് ഓൾസോ. നമ്മൾ ഡ്രീം ചെയ്യണം, അതുപോലെ തന്നെ പരാജയങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറായിരിക്കണം. പെർസീവറൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പെർസീവറൻസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർഗീവ് പീപ്പിൾ ആൻഡ് ആസ്ക് ഫോർ ഫോർഗീവ്നെസ് ഇഫ് യു ഹാവ് ഒഫൻഡഡ് എനി വൺ. മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്യണം. ബി ബോൾഡ് ആൻഡ് കറേജിയസ്. നമ്മൾ ബോൾഡുമായിരിക്കണം, കറേജിയസും ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പേജിൽ കാണിച്ചിരിക്കുന്ന ഈ ക്വാളിറ്റീസൊക്കെ ഇഫ് എന്ന പോയത്തിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാം. പിന്നെ യുണീക്ക് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഐഡിയൽ പേഴ്സണെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. റീഡ് ദ ഫോളോയിങ് എക്സെപ്റ്റ് ഫ്രം ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. തന്നിരിക്കുന്ന എക്സെപ്റ്റ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ളതാണ്, അത് വായിക്കുക, അതുപോലെ തന്നെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിലെ പ്രിപ്പോസിഷൻസ് റിമൂവ് ചെയ്തിട്ട് അവിടെ ഫില്ല് ചെയ്യാനും അല്ലെങ്കിൽ കൺജങ്ഷൻസ് അതൊക്കെ ഫില്ല് ചെയ്യാനുമുള്ള ക്വസ്റ്റ്യൻസ് വരാം.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger, he dived at the fish with a loud scream. He fell outwards and downwards into space. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ്. ഹു ഇസ് ഷീ റെഫർ ടു ഹിയർ? ഇവിടെ ഷീ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? വാട്ട് പ്രോംപ്റ്റഡ് ദ യങ് സീഗൾ ടു ഫ്ലൈ ഫൈനലി? എന്താണ് അവസാനം യങ് സീഗളിനെ പറക്കാൻ പ്രേരിപ്പിച്ചത്? റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ റോൾ ഓഫ് പാരൻസ് ഇൻ ഹെൽപ്പിംഗ് ചിൽഡ്രൻ ടു അറ്റൈൻ ദെയർ ഗോൾ. പാരൻസിൻ്റെ ചിൽഡ്രനെ അവരുടെ ഗോൾ അറ്റൈൻ ചെയ്യാൻ പാരൻസിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണ് അതിനെ പറ്റിയൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഇതാണ്. ആദ്യത്തേത് ആരാണ് അവിടെ ഷീ എന്ന് ഉദ്ദേശിക്കുന്നത്? അത് അമ്മയാണ്. ആരുടെ? യങ് സീകളുടെ അമ്മയാണ് ഷീ എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആ സീകളിനെ പറക്കാൻ പ്രേരിപ്പിച്ചത്? അതിവിടെ വിശപ്പാണ്. സോ ഹങ്കർ പ്രോംപ്റ്റഡ് ദ യങ് സീകൾ ടു ഫ്ലൈ. മൂന്നാമത്തേത് പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരുന്നത്. നമുക്ക് ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ പാരൻസ് ടു ഹെൽപ്പ് ദെയർ ചിൽഡ്രൻ അറ്റൈൻ ദെയർ ഗോൾ. പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ചിൽഡ്രനെ അവരുടെ ഗോൾ അറ്റൈൻ ചെയ്യാൻ സഹായിക്കുക എന്ന് പറയുന്നത്. ആസ് ചിൽഡ്രൻ യു മേ നോട്ട് ഓൾവേസ് ടേക്ക് തിങ്സ് സീരിയസ്ലി. കുട്ടികൾ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. സംടൈംസ് ദ പാരൻസ് വിൽ സ്കോൾഡ് ദെയർ ചിൽഡ്രൻ. ചില സമയങ്ങളിൽ പാരൻസ് അവരുടെ കുട്ടികളെ സ്കോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വഴക്ക് പറയുന്നത് കാണാറുണ്ട്. സംടൈംസ് ദേ മേ ഡിനൈ ദെയർ ഡിമാൻഡ്സ്. ചില സമയത്ത് അവരുടെ ആവശ്യങ്ങളൊക്കെ ഡിനൈ ചെയ്തു എന്നും വരാം. Though it may be thought as cruelty from their part, they do such things out of love for their children. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് അവരെന്തോ ക്രൂവൽ കാര്യമാണ് കുട്ടികളോട് ചെയ്യുന്നത് എന്നാണ്. പക്ഷേ അത് കുട്ടികളോടുള്ള സ്നേഹം കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. They are always concerned about their children's future. എപ്പോഴും അവർക്ക് അവരുടെ ചിൽഡ്രൻസിൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊരു ചിന്തയുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പാരഗ്രാഫിലെ പോയിൻറ്റ്സ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പാരൻസിൻ്റെ റോളിനെ പറ്റിയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇമെയിൽ അയക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടിയും മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഓരോ പോയിൻറ്റ്സൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇത് ഇലാബറേറ്റ് ചെയ്ത് എഴുതാവുന്നതുമാണ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഒരു സ്പീച്ചാണ്. അപ്പോൾ സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ സ്പീച്ച് പറയാൻ പോകുമ്പോൾ എന്താണോ പറയുന്നത് അത് എഴുതി വയ്ക്കുക. അത് മാത്രമാണ് സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The literary club of your school has decided to celebrate Dr. Kalam's birthday as World's Students' Day. അപ്പോൾ നമ്മുടെ സ്കൂളിലെ ലിറ്റററി ക്ലബ്ബ് ഡോക്ടർ കലാമിൻ്റെ ബർത്ത്ഡേ വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. In connection with the celebrations, the club is conducting an oratory training program for higher secondary students to develop their skill and eloquence in public speaking. ഈ സെലിബ്രേഷൻസിൻ്റെ കൂടെ ലിറ്റററി ക്ലബ്ബ് ഒരു ഒറേറ്ററി ട്രെയിനിങ് പ്രോഗ്രാം കൂടി നടത്തുന്നുണ്ട് കുട്ടികളെ പബ്ലിക് സ്പീക്കിങ്ങിനായിട്ട് എൻകറേജ് ചെയ്യാനും അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും. You, being the secretary of the club, are asked to deliver a speech to motivate them. അപ്പോൾ നമ്മൾ ക്ലബിൻ്റെ സെക്രട്ടറിയാണ്, അതുകൊണ്ട് തന്നെ അവരെ ആ പ്രോഗ്രാമിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യാനാണ് നമ്മളോട് സ്പീച്ച് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. Draft the script of the speech you would like to deliver there in the light of your reading of the story His First Flight. അപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലുള്ള കുറച്ച് കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കതിൻ്റെ സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്പീച്ച് എങ്ങനെ എഴുതി തുടങ്ങാമെന്ന് നോക്കാം. അപ്പോൾ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എ വെരി വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ എന്ന് എഴുതാം. ഇനിയിപ്പോൾ നമ്മൾ സ്പീച്ച് ഡെലിവർ ചെയ്യുന്നത് കുറേ വലിയ അഡൾട്ട്സിനാണെങ്കിൽ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസിനോടുള്ള സ്പീച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ എഴുതിയാലും മതി. We all know the importance of this day. Today is Dr. APJ Abdul Kalam's birthday and our school is celebrating it as World Students Day. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയാം. ഇന്ന് APJ അബ്ദുൽ കലാമിൻ്റെ ബർത്ത്ഡേ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂള് ഇത് വേൾഡ് സ്റ്റുഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. In connection with today's celebrations, the literary club of our school is conducting an oratory training program. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ ആദ്യം എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സെലിബ്രേഷൻസിൻ്റെ കണക്ഷനായിട്ട് നമ്മളുടെ ലിറ്റററി ക്ലബ്ബ് സ്കൂളിലെ ലിറ്റററി ക്ലബ്ബ് ഒരു ഒറേറ്ററി ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ദ ഫ്യൂച്ചർ ഓഫ് എ നേഷൻ ഇസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ യൂത്ത്. നമ്മുടെ നേഷൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് യൂത്തിൻ്റെ കൈകളിലാണ്. ദാറ്റ്സ് വൈ ഡോക്ടർ APJ അബ്ദുൽ കലാം അഡ്വൈസ്ഡ് അസ് ടു ഡ്രീം ഹൈ ആൻഡ് ബി ദ ഷൈനിങ് പേൾസ് ഓഫ് എ നേഷൻ. അതുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മളോട് ഒരുപാട് സ്വപ്നം കാണാനും വലിയ സ്വപ്നങ്ങൾ കാണാനും അതുപോലെ തന്നെ നമ്മളുടെ നേഷൻ്റെ ഷൈനിങ് പേൾസായി മാറാനും പറഞ്ഞത്.
In order to achieve these heights, it's very important for us to become more confident and smart. ഇങ്ങനെയുള്ള ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫിഡൻറ്റും സ്മാർട്ടും ആകണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫിഡൻസ് ആൻഡ് സ്മാർട്ട്നെസ് ആർ നോട്ട് അൺറീച്ചബിൾ ഹൈറ്റ്സ്. കോൺഫിഡൻസും സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് ഒരിക്കലും എത്താൻ പറ്റാത്ത ഒരു ഉയരമല്ല. ഇറ്റ് വുഡ് കം ടു യു പ്രൊവൈഡഡ് യു ഓവർകം യുവർ ഓക്വേർഡ്നെസ് ആൻഡ് ഇൻട്രോവേർട്ട്നെസ്. അത് നിങ്ങളിലേക്ക് എത്തും എപ്പോഴാണ് നിങ്ങളുടെ ഓക്വേർഡ്നെസ്സും അതുപോലെ തന്നെ ഇൻട്രോവേർട്ട്നെസ്സും ഇതൊക്കെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ അതിനെ അതിജീവിക്കുന്ന സമയത്താണ് സ്മാർട്ട്നെസ്സും കോൺഫിഡൻസും ഒക്കെ നിങ്ങളിൽ എത്തുന്നത്. പബ്ലിക് സ്പീക്കിംഗ് ഇസ് വൺ ഓഫ് ദ സൊല്യൂഷൻസ് ടു കീപ് അവേ യുവർ സ്റ്റേജ് ഫ്രൈറ്റ് ആൻഡ് യു കുഡ് ബിക്കം എ കോൺഫിഡൻറ്റ് പേഴ്സൺ. അപ്പോൾ ഇതിനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് ആണ്. അത് നിങ്ങളുടെ സ്റ്റേജ് ഫ്രൈറ്റിനെ അത് മാറ്റാനും സഹായിക്കും, അതുപോലെ തന്നെ നിങ്ങളൊരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആക്കാനും സഹായിക്കുന്നു. ദിസ് റിമൈൻഡ്സ് മീ ഓഫ് എ സ്റ്റോറി നെയിംഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റിട്ടൺ ബൈ ലൈം ഓഫ് ലഹേർട്ടി. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ലൈം ഓഫ് ലഹേർട്ടി എഴുതിയ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന സ്റ്റോറിയാണ്. ഇൻ ദ സ്റ്റോറി ഓഫ് ലഹേർട്ടി ഡിസ്ക്രൈബ്സ് ദ മെയ്ഡൻ ഫ്ലൈറ്റ് ഓഫ് എ യങ് സീഗൾ വിച്ച് വാസ് നോട്ട് കറേജിയസ് ഇനഫ് ഫോർ ഇറ്റ്സ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ലൈം ഓഫ് ലഹേർട്ടി പറയുന്നത് ഒരു യങ് സീകളിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിനെ പറ്റിയിട്ടാണ്. ആ യങ് സീകളിന് ആ ഫസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യാൻ ഒരുപാട് പേടിയുമുണ്ടായിരുന്നു. ഹി വാസ് നോട്ട് സോ കറേജിയസ്. ഇൻ ദിസ് സിറ്റുവേഷൻ ഹിസ് പാരൻസ് ഡിഡൻറ്റ് ഫീഡ് ഹിം ആൻഡ് ഹി ഹാഡ് ടു സപ്പോർട്ട് ഹിംസെൽഫ്. ഈ ഒരു സിറ്റുവേഷനിൽ അവൻ്റെ പാരൻസ് അവനെ ഫീഡ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ അവനെ തന്നെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇൻ ദിസ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ഹി ഡൈവ്ഡ് ഫോർ ദ പീസ് ഓഫ് ഫുഡ് വിച്ച് ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് ഫോർ ഹിം. ഈ ഒരു കണ്ടീഷനിലാണ് അവൻ്റെ അമ്മയുടെ വായിൽ നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ അമ്മ അവന് വേണ്ടി ഒരു പീസ് ഓഫ് ഫുഡ് എടുത്തിരുന്നു, അതിലേക്ക് ഡൈവ് ചെയ്തത്. ദെൻ ഹി കംപ്ലീറ്റ്ലി ഫോർഗോട്ട് ദ ഫാക്ട് ദാറ്റ് ഹി കുഡ് നോട്ട് ഫ്ലൈ ആൻഡ് മെയ്ഡ് കമൻസ്ഡ് എ ഡൈവ് ഫോർ ദ ഫുഡ്. അവനങ്ങനെ ആ ഫുഡിന് വേണ്ടിയിട്ട് ഡൈവ് ചെയ്യുകയും പിന്നീട് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യുകയും ചെയ്തു. ആസ് ഹി ഫെൽ ഡൗൺവേർഡ് ഹി ട്രൈ ടു സേവ് ഹിംസെൽഫ് ആൻഡ് ഇൻ ദ പ്രോസസ് ലേൺ ടു ഫ്ലൈ. Just like that young seagull, all of us should also drive away the fear which suppresses our talents and confidence. യങ് സീഗൾ ചെയ്ത പോലെ തന്നെ നമ്മളുടെ ഫിയേഴ്സിനെ, പേടികളെ ഓവർകം ചെയ്യണം. ഈ ഫിയേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ ടാലൻസിനെയും കോൺഫിഡൻസിനെയും സപ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിയറിനെ നമ്മൾ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ ഡ്രൈവ് അവേ ചെയ്യണം. ഓൾ ഓഫ് us are born with great potential, talents and confidence. നമ്മളെല്ലാവരും ഒരുപാട് പൊട്ടൻഷ്യൽ, ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഡു നോട്ട് അലൗ ദം ടു ബി മഫിൾഡ് അണ്ടർ അവർ ഫിയർ. അതുകൊണ്ട് തന്നെ നമ്മളുടെ പേടി കാരണം അതൊന്നും വെറുതെ ആയി പോകരുത്. താങ്ക് യു എന്ന് പറഞ്ഞ് നമുക്ക് ഈ ഒരു സ്പീച്ച് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ദ റൈറ്റർ ടെൽസ് us about the first victory in the life of the young seagull. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന സ്റ്റോറിയിൽ റൈറ്റർ പറയുന്നത് യങ് സീഗളിൻ്റെ ലൈഫിലെ ഫസ്റ്റ് വിക്ടറിയെ പറ്റിയിട്ടാണ്, ഫസ്റ്റ് വിജയത്തെ പറ്റിയിട്ടാണ്. ദ ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ ദ മെയ്ഡൻ ഫ്ലൈറ്റ് വാസ് എക്സ്റ്റെൻഡഡ് ബൈ ഹിസ് മദർ. അവൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പിംഗ് ഹാൻഡ് അത് നീട്ടിയത് അവൻ്റെ അമ്മയായിരുന്നു. ഹാവ് യു നോട്ട് റിസീവ്ഡ് സച്ച് സപ്പോർട്ട് ഇൻ യുവർ ലൈഫ് ടു? നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ? നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ഇൻ എ പാരഗ്രാഫ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ യങ് സീഗളിന് കിട്ടിയ സപ്പോർട്ട് പോലെ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സപ്പോർട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒരു പാരഗ്രാഫിൽ നറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. Just like the young seagull was helped by his mother to make his first flight, I too was helped by my mother to overcome problems and succeed in life. എങ്ങനെയാണോ യങ് സീകളുടെ അമ്മ അതിനെ ഫസ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്, എൻ്റെ അമ്മയും എന്നെ പ്രോബ്ലംസ് ഓവർകം ചെയ്യാനും അതുപോലെ തന്നെ ലൈഫിൽ സക്സീഡ് ചെയ്യാനും സഹായിച്ചു. I remember the day when I was in class 1, I had failed in my arithmetic test. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ 1ാം ക്ലാസ്സിലായിരുന്ന സമയത്ത് ഞാനൊരു ദിവസം അരിത്മെറ്റിക് ടെസ്റ്റിന് തോറ്റു. ഐ ഗോട്ട് 0. എനിക്ക് 0 മാർക്ക് കിട്ടി. മൈ ഫ്രണ്ട്സ് റെഡിക്യൂൾഡ് മീ ആൻഡ് ലാഫ്ഡ് അറ്റ് മീ സേയിങ് ദാറ്റ് ഐ വാസ് എൻ ഇഡിയറ്റ്. എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കി എന്നെ ഇഡിയറ്റ് എന്ന് വിളിച്ചു. ഐ വെൻറ്റ് ഹോം ക്രൈയിങ്. ഞാൻ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടാണ് പോയത്. ഐ റിഫ്യൂസ് ടു ഗോ ടു സ്കൂൾ. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ദിവസം മുതൽ സ്കൂളിൽ പോകാൻ തയ്യാറായില്ല. But my mother raised my spirits by telling me that everybody makes mistakes and one should not feel dejected because of just one failure. അപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്? എല്ലാവരും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡിപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യേണ്ട, ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആകണ്ട. കാരണം ഒരു ഫെയിലിയർ ഒന്നുമല്ല ഒരാളെ ഡിഫൈൻ ചെയ്യുന്നത്. ഷീ ടോൾഡ് മീ ദ സ്റ്റോറി ഓഫ് റോബർട്ട് ബ്രൂസ് ഹു ലേൺ ദ ലെസൺ ഓഫ് പെർസീവറൻസ് ഫ്രം എ സ്പൈഡർ. അങ്ങനെ അമ്മ എന്നോട് റോബർട്ട് ബ്രൂസിൻ്റെ കഥയാണ് പറഞ്ഞത്. റോബർട്ട് ബ്രൂസ് പെർസീവറൻസ് ഒരു സ്പൈഡറിൽ നിന്നാണ് പഠിച്ചത്. ആ ഒരു കഥ, എങ്ങനെയാണ് റോബർട്ട് ബ്രൂസ് ഒരു സ്പൈഡറിൽ നിന്ന് പെർസീവറൻസ് പഠിച്ചത് എന്നുള്ളൊരു കഥ എനിക്കെൻ്റെ അമ്മ പറഞ്ഞു തന്നു. ബ്രൂസ്, ഹു വാസ് ദ കിങ് ഓഫ് സ്കോട്ട്ലൻഡ്, വാസ് ഡിഫീറ്റഡ് ആൻഡ് ഹി റാൻ അവേ ടു എ ഫോറസ്റ്റ് അട്ടോർലി ഡിജക്റ്റഡ്.
ബ്രൂസ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിലെ രാജാവായിരുന്നു. അവൻ ഡിഫീറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അവൻ ഒരു ദിവസം ഫോറസ്റ്റിലേക്ക് ഓടിപ്പോയി. വൺ ഡേ ഹി വാസ് സിറ്റിംഗ് ആൻഡ് തിങ്കിങ് അബൌട്ട് ഹിസ് ക്രൂവൽ ഫേറ്റ്. ഒരു ദിവസം അങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രൂവൽ ഫേറ്റിനെ പറ്റിയിട്ട്, അദ്ദേഹത്തിൻ്റെ ആ വിധിയെ പറ്റിയിട്ട് ചിന്തിക്കുകയായിരുന്നു. ഹി സോ എ സ്പൈഡർ ജമ്പിങ് ഫ്രം വൺ എൻഡ് ഓഫ് എ റോക്ക് ടു അനദർ റോക്ക് ടു വീവ് ഇറ്റ്സ് വെബ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സ്പൈഡർ ഒരു റോക്കിൽ നിന്ന് മറ്റൊരു റോക്കിലേക്ക് ചാടിക്കൊണ്ട് വെബ്, അതിൻ്റെ വല വീവ് ചെയ്യുന്നത് കണ്ടു. ഇറ്റ് ഫെയിൽഡ് ദ ഫസ്റ്റ് ടൈം, ദ സെക്കൻഡ് ടൈം ആൻഡ് ദ തേർഡ് ടൈം. അത് ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോഴും രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തപ്പോഴും മൂന്നാമത്തെ പ്രാവശ്യം ചെയ്തപ്പോഴും പരാജയപ്പെട്ടു. ബട്ട് ഇറ്റ് കണ്ടിന്യൂഡ് ആൻഡ് ഓൺ ദ 8th ട്രൈ ഇറ്റ് സക്സീഡഡ് ഇൻ റീച്ചിങ് ദ അതർ റോക്ക്. പക്ഷേ അത് വിട്ടുകൊടുത്തില്ല, അത് വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ട് 8ാമത്തെ പ്രാവശ്യം അത് ട്രൈ ചെയ്തപ്പോൾ അത് വിജയിച്ചു. ബ്രൂസ് ലേൺഡ് ഹിസ് ലെസൺ ആൻഡ് ഹി വെൻറ്റ് ബാക്ക്. അങ്ങനെ ബ്രൂസ് അതിൽ നിന്നൊരു പാഠം പഠിച്ചുകൊണ്ട് അവൻ തിരിച്ചു ചെന്നു. ഓർഗനൈസ്ഡ് ഹിസ് ആർമി ആൻഡ് ഡിഫീറ്റഡ് ഹിസ് എനിമീസ് ആൻഡ് ബിക്കെയിം ദ കിങ് വൺസ് അഗെയിൻ. തിരിച്ചു ചെന്നുകൊണ്ട് അവൻ്റെ ആർമിയെ ഓർഗനൈസ് ചെയ്ത് അവൻ്റെ എനിമീസിനെ ഡിഫീറ്റ് ചെയ്ത് ഒന്നും കൂടി രാജാവായി മാറി. മൈ മദർ ടോട്ട് മീ അരിത്മെറ്റിക് ബൈ ഷോയിങ് മീ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. എൻ്റെ അമ്മ എന്നെ അരിത്മെറ്റിക് പഠിപ്പിച്ചത് പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമ്പിൾസ് കാണിച്ചു തന്നുകൊണ്ടും അതുകൊണ്ട് തന്നെ ഐ സൂൺ ബിക്കെയിം ദ ഫസ്റ്റ് ഇൻ ക്ലാസ് സ്കോറിങ് 100% മാർക്സ് ഇൻ അരിത്മെറ്റിക്. ഇങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് ക്ലാസ്സിൽ 100% മാർക്കോടെ അരിത്മെറ്റിക് ജയിക്കാൻ സാധിച്ചു. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പിന്നെ നമുക്ക് ചോദിക്കാവുന്നത് ഒരു ഇമെയിൽ, ലെറ്റർ, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സപ്പോർട്ട് കിട്ടിയെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, നമ്മളുടെ എക്സ്പീരിയൻസ് എഴുതാനുള്ളത്. അതല്ലാതെ ഒരാൾക്ക് ഇമെയിലോ അല്ലെങ്കിൽ ലെറ്ററോ അയച്ച് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥയുടെ എക്സാമ്പിൾ കൊടുത്ത് അവരെ എന്തെങ്കിലും വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാനുള്ള ഒരു ഇമെയിലോ അല്ലെങ്കിൽ ലെറ്ററോ അങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Then a monstrous terror seized him and his heart stood still. He could hear nothing, but it only lasted a moment. അപ്പോൾ ഇത് ആ ഒരു ലെസണിൽ നിന്ന് ഉള്ളൊരു സെൻറ്റൻസ് ആണ്. വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ് മൊമെൻറ്റ്? എന്താണ് ആ മൊമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടായത്? ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ സീഗൾസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. സീഗിളിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിനെ പറ്റി ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ് സ്പ്രെഡിങ് ഔട്ട്വേർഡ്. അടുത്ത മൊമെൻറ്റിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചതിനുള്ള ഉത്തരവാണത്. അവൻ്റെ വിങ്സ് ഔട്ട്വേർഡ് സ്പ്രെഡ് ചെയ്യുന്ന പോലെ അവന് തോന്നി. ഹി ഫെൽറ്റ് ദ വിൻഡ് അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. അവൻ്റെ സ്റ്റൊമക്കിൻ്റെ അടിയിലും അതുപോലെ തന്നെ അവൻ്റെ വിങ്സിന് അഗെയിൻസ്റ്റായിട്ടും കാറ്റ് വരുന്നതായിട്ട് തോന്നി. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. ഹി വാസ് നോട്ട് ഫോളിങ് നൗ. അവൻ ഇപ്പോൾ വീഴുകയല്ലായിരുന്നു. ഹി വാസ് ഫ്ലൈയിങ്. അവൻ പറക്കുകയായിരുന്നു. ഹി വാസ് നോ ലോങ്ങർ അഫ്രേഡ്. അവന് പേടിയുണ്ടായിരുന്നില്ല. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ലിറ്റിൽ ഡിസി. കുറച്ച് ഡിസി ആയിട്ടാണ് തോന്നിയത്. ദെൻ ഹി ഫ്ലാപ്ഡ് ഹിസ് വിങ്സ് ആൻഡ് സോഡ് അപ്വേർഡ്സ്. ഹി ക്ലൈംബ്ഡ് ഹയർ. അതിനുശേഷം അവൻ അവൻ്റെ ചിറകുകളെ ഫ്ലാപ്പ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പറന്നു. ഹി ക്ലൈംബ്ഡ് ഹയർ. കൂടുതൽ ഉയരത്തേക്ക് പറന്നു. ഹി റേസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. അതിനുശേഷം അവൻ്റെ ബ്രസ്റ്റ് റേസ് ചെയ്തുകൊണ്ട് വിൻഡിന് അഗെയിൻസ്റ്റായിട്ട് ബാങ്ക് ചെയ്തു. ഹി കാക്കിൾഡ്. അവൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സൗണ്ട് ഉണ്ടാക്കി. ഹിസ് മദർ ഓൾസോ മെയ്ഡ് എ സൗണ്ട് ആൻഡ് ഫ്ലൂ പാസ്റ്റ് ഹിം, ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അവൻ്റെ അമ്മയും അതുപോലെ തന്നെ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് അവൻ്റെ അടുത്തുകൂടെ പറന്നു. അവൻ്റെ അമ്മയുടെ ചിറകുകളുടെ വിങ്സിൻ്റെ നോയ്സ് എന്ന് പറയുന്നത് വളരെ ലൗഡായിരുന്നു. ദെൻ ഹി സോ ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഫ്ലൈയിങ് അറൗണ്ട് ഹിം. അതിനുശേഷം അവൻ്റെ സഹോദരങ്ങൾ അവന് ചുറ്റും പറക്കുന്നതായിട്ട് അവൻ കണ്ടു. സോറിങ് ആൻഡ് ഡൈവിങ്. ഹി ഫൊഗോട്ട് ഹി വാസ് അഫ്രേഡ് ടു ഫ്ലൈ സം മൊമെൻറ്റ്സ് എഗോ. അവൻ മറന്നുപോയി, കുറച്ച് നേരം മുമ്പ് എനിക്ക് പറക്കാൻ പേടിയായിരുന്നു എന്ന കാര്യം മറന്നുപോയി. നൗ ഹി സ്റ്റാർട്ടഡ് ഡൈവിങ് ആൻഡ് സോറിങ് മേക്കിംഗ് ലൗഡ് നോയ്സസ് ഓഫ് ജോയ്. ഇപ്പോൾ അവൻ്റെ സന്തോഷത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് ഡൈവ് ചെയ്യുകയാണ്, സോർ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എഴുതുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒരു ചാപ്റ്ററിൻ്റെ എന്താണ് ഈ ചാപ്റ്ററിൻ്റെ കഥ എന്നുള്ളത് മനസ്സിലായി കാണും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.